കൂട്ടാന് അച്ചാറന്നെ ഉള്ളു. ഇതാണ് കുടിച്ചാളി. ഈ കൂട്ടാൻ മധുരി ഇതും ഇല്ലാത്തത്ര മനുഷ്യന്മാരുണ്ട്. പണിയൊക്കെ ഉണ്ടായിട്ടേ നമുക്ക് നല്ല കൊസീലൊക്കെ തിന്നാം. നല്ലോണം തിന്നില്ല നമ്മളവിടെ ആയിരുന്നു. അപ്പം നമുക്ക് ഇല്ലായിട്ടല്ല നമ്മളെ ഗതിയുടെ ഒരാളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ശരിയാവും. ഒരു കയറ്റത്തിനൊരു ഇറക്കല്ലേ. പിന്നെ നമ്മൾ ഈ പാർക്കണ പേരന്റെ വാടകങ്ങൾ ഈ മാസം കൊടുത്തിട്ടില്ലേ? ഒരു കുട്ടി ഇവിടെ വന്നീനു. ആ കുട്ടിയെ ചോദിച്ചു, കാക്കേറ്റ ഇവിടെ വാടക പൈസ തന്ന് ഏൽപ്പിച്ചു ഞങ്ങളെന്ന്. അത് അനിയപ്പാന്റെ കുട്ടിയേറ്റ ഇക്കാരം വാടക ഈ മാസത്തെ കൊടുത്തിട്ടില്ല. 1-ാം തീയതി കൂടെ കഴിഞ്ഞല്ലോ. പൈസ കുറച്ച് കമ്മിയായതുകൊണ്ട് ഞാൻ പിന്നെ ആരത്തെ വായ്പ അടിച്ച് കൊടുക്കാച്ചിട്ടേ 2000 റുപ്യ കമ്മിയുണ്ട്. 5000 ആണല്ലോ ഇതിന്റെ പൈസ. നിങ്ങൾ ആ തികയാത്ത പൈസ ആരത്തിനേലും തിരിമറി അട്ടിക്കാണ്ട് ആ കുട്ടിക്കാണ് കൊടുത്തോണ്ടേ. അറ്റങ്ങളായതുകൊണ്ട് നമുക്ക് വാടക ഇതുവരെയൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. ഇനി കൂട്ടും കൂടി ചെയ്താൽ നമ്മൾ ഇതിലേറെ ഇറങ്ങാറാവും. ഞാനേ എവിടുന്നേലും ഒന്ന് തിരിമറി ചേച്ചട്ടെ. നമ്മളാ കൊടകുന്ന് പോന്നപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലം വിറ്റിക്കാണ്ട് പോകുന്നത്. ഒരു പെരേലും കയറ്റണം ഇവിടെ നിന്ന് വിചാരിച്ചിരുന്നു. എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അത് നമ്മൾ ചെലവിനെടുത്ത് ആ പൈസ ഉള്ളത് കഴിഞ്ഞു. നമ്മളെ സുക്കൂറേ നല്ലൽക്കാണെങ്കിൽ ഇപ്പം ഈ ഇടങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല. ആ കൊടകുന്ന് വന്നിനെക്കാട്ടിൽ ഇടങ്ങാറിലാണ് പോൻ്റെ പോക്ക്. കള്ള് കുടിച്ച് കൂത്തം മറിഞ്ഞ് നടക്കുകയാണ്. അവിടുത്തെ ആൾക്കാർ നമ്മളെ ഓൻ്റെ ഇടങ്ങാറുകൊണ്ട് അവിടെ നിന്നോട് പറഞ്ഞയപ്പിച്ചു. എല്ലാവരും കൂടിക്കാണ്ട് ഇപ്പം ഇവിടുന്ന് നമ്മളെ ഈ നാട് കടത്തുമെന്നാവോ ഓൻ്റെ ഈ കാട്ടിക്കൂട്ടൽ അങ്ങനെ. ഓന് ശരിയായിക്കോളും. നിങ്ങൾ ഇനി ഇതിങ്ങനെ ആലോചിച്ചിക്കാണ്ട് നിങ്ങളെ മനസ്സിങ്ങനെ ഇടങ്ങാറായി നടക്കണ്ട. കേസിയെ നമ്മളിപ്പോഴേ അയാളെ വിളിച്ചിക്കാണ്ടേ ഈ കാര്യങ്ങൾ പറയണ്ട. അയാളിപ്പോൾ എത്തിപ്പയച്ചു. അയാൾ മോനല്ല ഇപ്പം ഈ കാട്ടി കൂട്ടിയിരിക്കേണ്ടത്. അയാൾക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഈ മുറ്റത്തെത്തിയിട്ട് ഇനി മടങ്ങി പോകാൻ പറ്റില്ല. അത് ചോദിച്ചു തന്നെ വേണം. കേസ് പറഞ്ഞു തന്നെ ശരി. ആ തന്തനോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഇന്ന് നിങ്ങളെ ചെയ്തു, നാളെ ഇപ്പൊ ബാക്കിയുള്ളവരെ രംഗത്ത് വരൂലോന്ന് ഞാൻ പറയാല്ലേ പറഞ്ഞു. ഇനി എത്ര നിങ്ങൾ കണ്ടക്കൊണ്ടിച്ച് അതേമായി ചെയ്തോളി. ആരാ ബെല്ലടിച്ചടി? ആ നിങ്ങളാ അയമുട്ടി ഉണ്ടല്ലോ. എന്നിട്ട് കേൾക്കൂടാ. ഇതെന്താ എന്റെ തലമുറി കെട്ടടാ? കേട്ടോ? എവിടെ നിങ്ങളാ സുക്കൂറ്? ഓനോട് പുറത്തിറക്കി വിടി. ഓൻ ചെയ്ത പണിയാണത്. നിങ്ങൾ ഓനെ നിലക്ക് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ ഓനെ നിലക്ക് നിർത്തും. ഞങ്ങള് എത്ര മയമുട്ടിയെ പോലെ പാരുണ്ട്. ഇച്ചൊന്നും മനസ്സിലായില്ലല്ലോ. അതേ ഞാൻ അവിടെ പജ്ജനെ തീറ്റിയായിരുന്നു. അതിന് നമ്മൾ സുക്കൂർ അവൾക്ക് വരുന്നുണ്ടാക്കണം. വന്നപ്പോ ഒരു വല്ലാത്ത കോലത്തിലാണ്. അവന്റെ കയ്യിലൊരു കുപ്പിയൊക്കെ ഉണ്ട്. അവിടുന്ന് വന്നേക്കാൻ എന്റെ നേർക്ക് വേണമെങ്കിൽ നാട്ടുകാരോട് പറയടാ ആണ്ടടാ അങ്ങനെ കുറെ പറയാൻ പറ്റാത്ത വർത്താനൊക്കെ പറഞ്ഞു. എന്നാ തെങ്ങുമ്പോ കുടിച്ച് കാണുന്ന തള്ളി. അപ്പൊ മനഃപൂർവ്വം ആവില്ല അവൻ ചെയ്തേക്കേണ്ടത്. എളുപ്പം മുറി കഴിക്കണം. ഇത്രേ ഉള്ളു. അത് ഇവര് കൊണ്ടേ ഞാൻ വേണ്ടാന്നാണ് ഓര് കൊണ്ടേക്കാണെന്ന് കെട്ടിച്ചും ചെയ്തു. പഠിച്ചോനെ അങ്ങനൊക്കെ ഉണ്ടായോ? അന്റെ നേർക്കും വന്ന ഓന് എന്താ ഞാൻ കാട്ടുക? 1-2 പോന്ന മക്കൾ ഇങ്ങനെ കാട്ടിയാൽ ഇറങ്ങാറായിക്കോണ്ട് ഞാൻ ഓനെ കൊണ്ട്. നിങ്ങളെ ഇടങ്ങേറും സങ്കടമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങളെ കജ്ജി കിട്ടിയിട്ട് ഓനെ ചെച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു. പിന്നെ സങ്കടം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അടുത്തേക്ക് വരരുത്. പറഞ്ഞില്ല പറയണ്ട. ഇത് അവസാനത്തെ വരവാണ്. ഇനി ഒരു വരവ് ഇങ്ങോട്ട് വരുത്തരുത്തട്ടാ. കുറെ കാലേക്ക് തന്തി മോനൊക്കെ പാടെ ഈ പരിപാടി തുടങ്ങിയിട്ട് നിങ്ങൾ വിട്ടാണിന്നു. എന്തൊക്കെ ഞാൻ കേൾക്കും. ഇറങ്ങാറല്ല ഞാൻ ഇവനെ കൊണ്ടുവരാ. ആരാ പറഞ്ഞ് ചീത്ത അറിഞ്ഞു കാണു പോണു? അയമുട്ടിയാണ്. അയാൾ എന്തിനാ നിങ്ങളെ ചീത്ത അറിയണത്? ഈ നാട്ടിലെ ആകെ ഒരു ചങ്ങായി ഉള്ളത് മൂപ്പരാണ്. അയാളൊന്നും അല്ല, മൂപ്പരൊപ്പം വന്നേ ആൾക്കാരാണ്. നമ്മളെ സുക്കൂർ കള്ളുടിച്ച് കാണ്ട് വന്നിക്കാണ്ട് അയാൾ പണിയെടുക്കൊണ്ട് കൊടുത്തുനിന്ന് തച്ചൊക്കെ ചെയ്തേക്കണോലോ. തലമ ഒരു മുറിയൊക്കെ ഉണ്ട്. അത് ആശുപത്രിയിൽ പോയി കെട്ടി വരികയാണ് ഞാൻ പറയേണ്ടത്. ഓനെക്കൊണ്ട് നമ്മൾ സത്യത്തിൽ ഇടങ്ങാറാകുകയാണ്. ആ കൊടകൊന്നും ഇതേ അനുഭവങ്ങളായിരുന്നു ഞമ്മക്ക്. ഇവിടെ വന്നിട്ട് ഞമ്മക്ക് ഇതാണ്. ഈ നാട്ടിലെല്ലാരും കൂടി നമ്മൾ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കോന്നാവോ ഈ ഒരു കാരണം പറഞ്ഞിക്കാണ്ട്. ഇനി എവിടേക്കാഞ്ഞ് നമ്മൾ പോവുക? എവിടെ ചെന്നാലും ഇവന്റെ ഈ ഇറങ്ങാറല്ലേ നമുക്കുള്ളത്. പഠിച്ചോനെ മയമുട്ടിന് തച്ചക്കണ. ഓന് നന്നാവാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തുക്കണു. എന്നിട്ടും ഒരു മാറ്റം ഓന് കാണുന്നില്ലല്ലോ. മയമുട്ടിനെ ഓൻ തച്ചു എന്ന് പറഞ്ഞിട്ടപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു വേദന പീസു. ഓൻ ഒരാളോട് ഏൽക്കാൻ പോവാത്താണ് മയമുട്ടി. ഓൻ എന്തിനാ ഈ ചെക്കൻ പോയിക്കാണ്ട് തച്ചക്കുണ്ട് എന്നാവും. ഓൻ ഒരു കാര്യം ഓനോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുവെച്ച് തോണ്ടത്. ആ ബിലീസ് ഇങ്ങോട്ട് വരട്ടെ. ഓനാ ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ല പൈസയിലെ ഒന്നും ആ പണിക്കാർ വന്നിട്ടില്ലടാ. ആ പണിക്കാരന്റെ ചെക്കനെ കുട്ടിക്ക് സുഖമില്ലാതെ നടക്കണം. അപ്പൊ ഓല് ഇന്നും വന്നിട്ടില്ല.
ഇതിപ്പോ അങ്ങനെ ഓല് നീട്ടിക്കൊണ്ടായാലേ വല്ല മഴ പെയ്ത് കണ്ട് അതൊക്കെ പൊളിഞ്ഞാടിയിട്ടുണ്ടെങ്കിലേ ഇനിയിപ്പോ എടുത്ത പണി കല്ലത്തിലാവും. ആയിക്കോട്ടെ അജയരാതെ, നാളെ രാവിലെ ഓലണ്ട് വരും. വന്നു കഴിഞ്ഞാൽ ഞാനും ഓല കൂടെ വന്നോളാം. ഏതായാലും ഓലോട് വേഗം വന്നാണ് പണി തീർക്കാൻ പറയാം. അല്ലടാ, ആ ബീറാനെ ചെക്ക മയമുട്ടിനെ എത്തേക്ക് കാട്ടി കൂട്ടിക്കുന്നു ഈജും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ഞാൻ അജയരൊക്കെ തല്ലാനൊന്നും ഉണ്ടായിട്ടില്ല. ഞാനാ പിടിച്ച് മാറ്റിയത്. അതാ സുക്കൂർ കള്ളും പിടിച്ച് വന്നുകാണ്ടേ ആ പാവം മയമുട്ടിയേക്കാനെ ഒരു കാര്യമില്ലാതെ വെറുതെ നന്നാക്കി തച്ചതാണത്. അല്ലെങ്കിൽ ലക്ഷണം കെട്ട ചെക്കനാണ് ഓനെ. ഓല കൊടകുന്നോട് വന്ന് പാർക്കാണ്. ഓലെ നമ്മളെ നാട്ടിലുള്ള ഒരു അമറടി കൊടുക്കണം. ആചാര്യൻ ഞാനും അത് വിചാരിച്ചിട്ടുണ്ട്. ആ രണ്ടെണ്ണുണ്ട്, ഒന്നല്ല, ഒന്നാ തടിച്ചോനുണ്ട്. ഇവരൊക്കെ പരിപാടി എന്താ വെച്ചാൽ ഈ പെണ്ണുങ്ങൾ കൊച്ചിനോടത്ത് മാറി നോക്കുക. തലയാതി തുലുമ്പ് നാട്ടില് അതെല്ലാം ഉണ്ട് പോലെ രണ്ടാളെടുത്തു. ഞാൻ ആ സുക്കൂറിന്റെ ബാപ്പാനെ വിചാരിച്ചിട്ടാ ഒന്ന് പൊട്ടിച്ചാൻ വേണ്ടിട്ട് ഞാൻ 3-4 കജ്ജു വാങ്ങിയതാണ്. ആ തന്തനെ വിചാരിച്ചിട്ടൊന്നും ഇജ്ജ് പൊട്ടിച്ചാതിരിക്കണ്ട. അതൊന്നും നിങ്ങൾക്കൊണ്ട് പൊടിച്ചാൻ കഴിയൂല. അതിനൊക്കെ പറ്റുന്ന ആൾക്കാർ എന്റെ അടുത്തുണ്ട്. ഞാൻ അതിനുള്ള പണിയെടുക്കുന്നുണ്ട്. റിച്ചോ ഫോണുമ്പോ തന്നെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കല്ലേ. എക്സാമാണ് വരണ്ട്, ഒന്ന് പോയി പഠിക്കാൻ നോക്ക്. ഇപ്പ എക്സാമിനൊക്കെ ഞാൻ ജയിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ തീരുമാനമാക്കി തന്നിട്ടില്ലല്ലോ. എന്തിപ്പോ എന്റെ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ കാര്യം മറന്നുകൊണ്ട് ഈ തിരക്കിന്റെ ഇടയിൽ. നിങ്ങളോട് ഞാൻ പറഞ്ഞതേ ഒരു ഇലക്ട്രിക് സ്കൂട്ടി എടുത്തു തരാനാണ്. നിങ്ങളിപ്പോ ഒരു 4 ടൊയോട്ട ഇറക്കി, പിന്നെ ഒരു 4 സുസൂക്കിന്റെ വണ്ടി ഇറക്കി. എനിക്ക് നിങ്ങൾ ഏതായാലും ഒരു സ്കൂട്ടി എടുത്തേരി. ഇപ്പാന്റെ കുട്ടിക്ക് 1 അല്ല 2 വണ്ടി എടുത്തരാൻ എന്നെ കൊണ്ട് കഴിയും. ഇപ്പാന്റെ കുട്ടിക്ക് എന്തുകൊണ്ട് എടുത്തരാത്തെന്നറിയോ? 18 വയസ്സിന് കഴിയട്ടെ. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാല് അതിന്റെ ഗൗരവം വലുതാണ്. അതിന് ഒരാൾക്ക് തട്ടിയാലും ഇങ്ങോട്ട് വന്ന് തട്ടിയാലും ഇപ്പാന്റെ കുട്ടിനേലും മേലെ എനിക്ക് മറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞാല് ഇപ്പാന്റെ കുട്ടി പറഞ്ഞതിനനുസരിച്ച് ഞാൻ വാണ്ടിയത് ചെയ്തു തരും. എത്ര വണ്ടി വാണ്ടിച്ചാല് അത് ഞാൻ എടുത്തു തരും. 18 വയസ്സാവനേ, ഇനി 2 മാസം കൂടെ ഉള്ളൂ. വണ്ടി എടുത്തരാ നിങ്ങളെ റെഡി ആയിക്കോളി. കാക്കാ, കുഞ്ഞുട്ടാ തേങ്ങ ഒക്കെ പൊളിച്ചു കഴിഞ്ഞടാ? തേങ്ങ മുഴുവൻ പൊളിച്ച് കഴിഞ്ഞിട്ടില്ല കാക്ക, കുറച്ചുകൂടി ബാക്കിയുണ്ട്. എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വരെ പോകാനുണ്ട്. ബാക്കിയുള്ള കൂടെ പൊളിച്ചിട്ട് പോയാൽ പോരായിരുന്നോ? എന്നാ നാളെ ഒന്ന് വരണ്ടല്ലോ. കാക്ക, എനിക്ക് കുട്ടീനെ ഒന്ന് ആശുപത്രിക്ക് പോകാനുണ്ട്. നാളെ ഞാൻ ബാക്കി വന്ന് പൊളിച്ചു തരാം. ആശുപത്രിക്ക് പോകാനാടാ? എന്നാ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പൊളിച്ചാ മതി. എന്നാ ഇന്നോടെ വെച്ചോ. എനിക്ക് ഒരു 5000 റുപ്യ ഇങ്ങനെ തരുമോ? ഞാൻ പിന്നെ വായ്പായിട്ട് തന്നാൽ മതി. എനിക്ക് കുട്ടീനെ ആശുപത്രിക്ക് പോകാൻ ഒരുപാട് ചെലവുണ്ട്. എടാ, ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ഭേദമായിട്ടില്ലേ? ഭേദമുണ്ട്, ഒരു സ്കാനിങ് കൂടി എടുക്കാനുണ്ട്. അതിനാണ് ഇപ്പൊ ആശുപത്രിക്ക് ഞാൻ പോകേണ്ടത്. കുഞ്ഞുട്ടാ, എന്നാ ഇതോടെ വെച്ചോ. അത് വായ്പായിട്ടൊന്നും കരുതണ്ട കേട്ടാ, നിന്റെ വകയായിട്ടേക്കോട്ടെ കേട്ടാ. അതിന് വലിയ ഉപകാരമായി, ഞാൻ ഒരിക്കലും മറക്കൂലട്ടാ. എന്നാ ഞാൻ പോട്ടെ. ആ ഓക്കെ കുഞ്ഞുട്ടാ. എവിടെ പൈസ? എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. ഇജിപ്പോ എന്ന് ഞാൻ കണ്ടല്ലോ, കൊണ്ടണ പൈസ. കുട്ടീനെ ആശുപത്രിക്ക് കൊണ്ടാണ് അറിയിക്കണേ. എന്റെ കുട്ടീനെ ആശുപത്രിക്ക് കൊണ്ടാണ് കൊണ്ടുപോകുന്നുണ്ട്. കുട്ടീനെ ആശുപത്രിക്ക് കൊണ്ടുപോകാനാണ് കൊണ്ടുപോകുന്നത്. എന്റെ കുട്ടീനെ ആശുപത്രിക്ക് കൊണ്ടുപോകോ? ആ മഹാഭാവി ഇത് ഒരിക്കലും ഗുണം പിടിച്ചില്ല. എന്റെ കുട്ടീനെ ആശുപത്രിക്ക് കൊണ്ടുപോകാനുള്ള പൈസ ഇല്ല. നന്നാവില്ലടാ. ഇതില് ചെടിന്റെ പുല്ലും ഉണ്ടടി. ചെടികളാ വിത്ത് ഇങ്ങനെ വന്നിട്ടേ വിത്ത് ചാടിക്കാണ്ട് മുളക്കണ്ടാണ്. ഇത് പറിച്ച് നമ്മളതേ സജ്ജനില്ലല്ലോ. എന്നും ഇത് ഒന്ന് പറിച്ചുമ്പോ പിന്നെയും ഉണ്ടാവുകയാണ്. നിങ്ങളേ ആ പുകുള്ള ചട്ടി ഒന്നേ ആ മതിലുമൊക്കെ ഒന്ന് കൊണ്ടച്ചാളി. ആ മറ്റേ വെച്ചോടത്തേക്ക് തന്നെ. ആ അങ്ങോട്ട് തന്നെ.
ഇജ്ജ് എന്തിനാ മാനുവിനോട് പൈസ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മാനുവേ കൊടുക്കുന്ന ഏതായാലും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചേ എന്തേലും കൊണ്ടുവരണ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇജ്ജ് ഒന്നും കൊണ്ടുവരണ്ട, പൈസക്ക് അവിടെ ആവശ്യമെന്ന് പറഞ്ഞു. അപ്പൊ ഓൻ പറഞ്ഞു എന്നാ കുറച്ച് പൈസ ഞാൻ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഓനോട് പൈസന്റെ കാര്യമൊക്കെ പറഞ്ഞത്? ഓനെന്നവിടെ അടങ്ങാറായാണ് ജീവിച്ചിട്ടത്. അപ്പൊ നിങ്ങളെന്നല്ലേ എന്നോട് പറഞ്ഞു വാടകക്ക് കൊടുക്കാൻ പൈസ തികയില്ലാന്ന്. അപ്പൊ ഞാൻ ഓനോട് അങ്ങനെ പറഞ്ഞതാണ്. എന്താ പാന്തിൻ തവള ഇങ്ങനെ കിന്നരിച്ച് നിക്കണേ? ഇന്നലെ കെട്ടിക്കൊടുന്ന പെണ്ണുങ്ങളാണ് തന്തന്റെ വിചാരം. കിന്നരിച്ച് നിൽക്കാതെ പാച്ചിനീന് എന്തെങ്കിലും മറമ്പി തരി താളെ. സുക്കൂറ, ഞാൻ എന്നോട് പറഞ്ഞേക്കണ ജഡ്ജ് ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് പെരേക്ക് വരരുത് എന്ന്. തന്റെ എന്നോട് എനിക്ക് വർത്താനല്ല, ഞാൻ എന്റെ തള്ളനോടാ പറയണ്ട്. മുണുങ്ങ ഒന്നും ഇല്ലടി ഇവിടെ. അന്നെ കൊണ്ട് സുക്കൂറ ഞങ്ങൾ ഇറങ്ങാറായിക്കണു. എന്തിനാ തള്ള ഇടങ്ങാറാണ്ട അവസ്ഥ ഉണ്ടായി? അന്നനെ ഒരു കുജുത്തി കാണാൻ കുഴിച്ചിട്ടുടേനാ. ഈ തന്തനെ പറഞ്ഞാ മതി എല്ലാത്തിനും. എന്തിനാ സുക്കൂറജ് ഇങ്ങനൊക്കെ പറയുന്നത്? അന്നെ എന്തെങ്കിലും ഒരു ഇടങ്ങേറ് ഞങ്ങൾ അറിയിച്ചേക്കണം. ഇജിപ്പോ ആ മൈമൂട്ടിന് എന്തൊക്കെ തച്ചക്കണെന്നൊക്കെ പറഞ്ഞക്കാണ്ട് ഇവിടെ വന്നി. എന്തിനാ പല കുട്ടി ഇങ്ങനൊക്കെ കാട്ടേണ്ടത്? നായമുട്ടിനെന്നല്ല ആരും തല്ലും സുക്കൂറ്. ഇന്റെ മെക്കറ്റ് കയറാൻ വന്നാലേ വെറുതെ വിടൂല. പിന്നെ തന്തേ കളറും കൂടി കേൾക്കാനാ പറയണ്ട്. എനിക്ക് കുറച്ച് പൈസ വേണം, അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. അല്ലെങ്കിൽ ഞാൻ കയറിയാണ്ട് എടുക്കും. ഇവിടെ എവിടുന്നാ പൈസ സുക്കൂറ ഞങ്ങളെടുത്ത്? ഇവിടെ വെച്ചുണ്ടാക്കുന്നുണ്ടോ തിന്നുണ്ടോ എന്ന് അറിയുന്നുണ്ടോ? അത് ശരി, തള്ള ഇവിടെ വെച്ചുണ്ടാക്കലൊന്നും ഇല്ലേ? പിന്നെ നിങ്ങൾ രണ്ടാൾ കാറ്റാൻ മുണുങ്ങണ്ട്. കായ് ഉള്ള സ്ഥലം എനിക്ക് അറിയാം. ഇപ്പൊ കൊണ്ടാവല്ലടാ, ഇപ്പൊ ആകെയുള്ള ഒരു പൈസ കൊണ്ടാവല്ലടാ. നീ ഒരു ഉറുപ്പി പരത്തിരിച്ചടാ. പഠിച്ചോര് എന്റെ ഒരു ഗതിയാണല്ലോ അല്ലാ ഇത്.